ഹരിയാനയിലെ IG ജീവൻ വെടിഞ്ഞു. അദ്ദേഹം തൻ്റെ സെക്യൂരിറ്റിക്കാരൻ്റെ തോക്ക് വാങ്ങിച്ച് സ്വയം ജീവൻ വെടിയുകയായിരുന്നു. അതുപയോഗിച്ച് അദ്ദേഹം ഇഹലോകാവാസം പൂണ്ടു. അതിൻ്റെ കാരണം ജാതീയമായി അദ്ദേഹത്തിനെ ആക്രമിച്ചു. അദ്ദേഹം ആ ഒരു സംഭവത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനെ DGP മുതലുള്ള പലരും പീഡിപ്പിച്ചു എന്നാണ് പുരൺകുമാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിനകത്ത് ആ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. IGയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ചില മേലുദ്യോഗസ്ഥന്മാരുടെ പേരിൽ ആരോപണം മരണപ്പെട്ടയാൾ എഴുതി വച്ചിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ സീനിയർ IAS ഉദ്യോഗസ്ഥയാണ്. അവര് മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിക്കാൻ കാരണക്കാര് 8 മേലുദ്യോഗസ്ഥന്മാരാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരാണ്. അവരെ അറസ്റ്റ് ചെയ്യാതെ അതിന് പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് അവർ പറഞ്ഞു. അവിടുത്തെ DGP ശത്രുജിത്ത് കപൂർ, പിന്നെ റോത്തക്കിലെ SP ആയിരുന്ന നരേന്ദ്ര ബിജാർണി തുടങ്ങിയ 8 പേർക്കെതിരായിട്ടാണ് മരണസമയത്ത് കുറിപ്പ് എഴുതി വെച്ചത്. പുരൺകുമാറിന് എതിരായി ഒരു അഴിമതി കേസ് അവിടെ ഉണ്ടായിരുന്നു. ആ കേസ് അന്വേഷിക്കുന്നത് അവിടുത്തെ ഒരു ASI, അയാൾ സൈബർ സെല്ലിലെ ASI ആയിരുന്നു. അയാള് ഈ IGPയുടെ മരണത്തിന് ശേഷം അയാളും സ്വയം മരിച്ചു എന്നാണ് ഇപ്പം കാണുന്നത്. സന്ദീപ് കുമാർ ഇതിനു മുമ്പ് അന്വേഷിച്ച ഒരു അഴിമതി കേസിൽ അതിൽ സുശീൽ കുമാർ എന്നൊരു അക്കൗണ്ട്സിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇയാൾ അത് കളവായിട്ട് അറസ്റ്റ് ചെയ്തതാണ്. മധ്യവയസ്സായി നിന്ന് 2.5 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞ് സുശീൽ കുമാറിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പം മരണമടഞ്ഞ സന്ദീപ് കുമാർ തന്നെ. ഈ സന്ദീപ് കുമാറാണ് IG കിരൺകുമാറിനെ കുരുക്കാനായിട്ട് ശ്രമിച്ചത്. അഴിമതി കേസിലെ കിരൺകുമാർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്ന ഒരു സൈബർ സെല്ല് ASI ആയിരുന്നു സന്ദീപ് കുമാർ. അയാളും IG മരിച്ചതോടുകൂടി അയാളും മരിച്ചു. അയാൾ പറഞ്ഞത് ഈ പുരൺകുമാറിൻ്റെ IGയുടെ കേസ് വളരെ സത്യസന്ധമായ കേസാണ്. അത് സത്യസന്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നു. പൊതുവെ ജാതി പ്രശ്നം മുൻനിർത്തിയാണ് പുരൺകുമാർ തൻ്റെ പേരിലുള്ള അഴിമതി ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാണ് സന്ദീപ് കുമാർ എന്ന ASIയുടെ കുറിപ്പിനകത്ത് പറയുന്നത്. എന്തായാലും ഹരിയാനയിൽ ഞെട്ടിച്ചൊരു സംഭവം തന്നെ. അവിടുത്തെ ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട IG, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ സീനിയർ IAS ഉദ്യോഗസ്ഥയാണെന്ന് ആലോചിച്ചോണം. അവരും ഈ രംഗത്ത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ആ സൂയിസൈഡ് നോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന 8 പേര് സീനിയർ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരായിട്ട് നടപടി തുടങ്ങിയ ശേഷം മാത്രമേ തൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. ഇപ്പം ഏകദേശം 7-8 ദിവസമായി. എങ്കിലും അതിനെല്ലാം പരിഹാരമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോഴാണ് അതിൻ്റെ വാർത്തകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇതേപ്പറ്റിയൊക്കെ പുറത്തു വരുന്നത്. ഓൾ ഇന്ത്യ സർവീസിലുള്ളവർക്ക് ഇത് വല്ലാത്തൊരു ഒരു സെറ്റ് ബാക്കാണ്. കാരണം സീനിയറായ ഒരു IAS ഉദ്യോഗസ്ഥനെ ഹരിജനാണ് എന്ന് പറഞ്ഞ അയാളെ സർവീസ് കാലഘട്ടത്തെ മുഴുവൻ ദ്രോഹിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ്, മരണക്കുറിപ്പിനകത്ത് കാണുന്നത്. എന്തായാലും ഇതുപോലുള്ള ടോപ്പ് റാങ്കിലുള്ളവരുടെ ആത്മഹത്യകളും അതുപോലെ തന്നെ അവരുടെ കേസ് അന്വേഷിച്ച ആളും അയാളും സ്വയം ജീവൻ ഒടുക്കിയതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തീർച്ചയായിട്ടും വളരെയധികം സജീവമായിട്ട് ഹരിയാനയിലും അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നാണ് കാണുന്നത്. മേലുദ്യോഗസ്ഥന്മാർ പലരും കീഴുദ്യോഗസ്ഥന്മാരെ അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും അവർക്കെതിരായിട്ട് കളവായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും
ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് ചിട്ടയായിട്ട് ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പൊതുജനങ്ങളുടെ കയ്യടി കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം അഴിമതിക്കാരായ ധാരാളം സർക്കാർ ജീവനക്കാർ കേരളത്തിലും സെൻട്രലിലും ഉണ്ടെന്ന് നമുക്കറിയാം. ഏത് കാര്യത്തിനും കൈമടക്ക് കൊടുക്കാതെ നമുക്കൊരു കാര്യവും നമ്മുടെ സംസ്ഥാനത്ത് നടക്കില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുപോലെയുള്ള ആത്മഹത്യ വരുമ്പോഴാണ് ഇതിൻ്റെ കാഠിന്യം, അഴിമതിയുടെ കാഠിന്യം, ആരോപണങ്ങളുടെ കാഠിന്യം, വ്യാജ ആരോപണ കാഠിന്യം എത്രത്തോളം ദുഷ്കരമാണ്, എത്രത്തോളം ഹൃദയഭേദകമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഹരിയാനയിലെ ഈ ഐ ജിയുടെ ആ നോട്ട് ഒരു ഐ ജി റാങ്കിലുള്ള ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത് നമ്മൾ കണക്കാക്കിക്കോണം. അതുകൊണ്ട് അതിലേക്കുള്ള നടപടികൾ ആയിട്ട് അവിടുത്തെ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.